രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് ഇക്കൊല്ലം പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ആചരിച്ചത്. സ്കൂൾ PTA പ്രസിഡന്റ് എ മുരുകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ അങ്കണത്തിൽ വാർഡ് മെമ്പർ M ശേഖർ പതാക ഉയർത്തി. SPC കേഡറ്റുകളുടെ സല്യൂട്ടും സ്കൂളിൽ പുതിയതായി ആരംഭിച്ച ബാൻഡ് സംഘത്തിന്റെ ബാൻഡ് മേളവും ദിനാഘോഷത്തെ മികവുറ്റതാക്കി. വാർഡ് മെമ്പർ M ശേഖർ, PTA പ്രസിഡന്റ് എ മുരുകൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് എ വിജയ തുടങ്ങിയവർ SPC കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പ്രൗഢഗംഭീരവും വർണ്ണാഭവുമായ ചടങ്ങുകളോടെയാണ് പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വൊസാഡ് ചാരിറ്റബിൾ സൊസൈറ്റി സ്കൂളിനായി വാങ്ങി നൽകിയ ബാൻഡ് ഉപകരണങ്ങൾ, പ്രത്യേക ബാൻഡ് പരിശീലകൻ സജിയുടെ നേതൃത്വത്തിൽ പരിശീലനം സിദ്ധിച്ച കുട്ടികൾ ബാൻഡ് അവതരിപ്പിച്ചതും ചടങ്ങിനെ വർണ്ണാഭമാക്കി. തുടർന്ന് നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ M ശേഖർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ്, ടീച്ചേഴ്സ്മാർ, കമ്പനിയിലെ മാധ്യമപ്രവർത്തകർ, സുഹൃത്തുക്കളായ ഉൾപ്പെടെ പ്രിയപ്പെട്ട കുട്ടികളെ, സാധുമാർ, എല്ലാവർക്കും ഇന്നത്തെ ആശംസകൾ അറിയിക്കുന്നത്. നമ്മുടെ പ്രത്യേകത എന്ന് എല്ലാവരും തന്നെ നല്ല വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു. കാരണം 1947 രാത്രി 12 മണിക്ക് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോൾ അതിന് മുന്നിലുള്ള ഒരുപാട് വീറയും അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും സമരം ചെയ്തവരുടെ കോടാനൂടി ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിച്ച് മനസ്സിലാക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയ രാത്രി എന്താണ് 12 മണിക്ക് വിട്ടിട്ട് പോയ കാര്യം എന്നാണ് ബ്രിട്ടീഷുകാരൻ നമുക്ക് പരിശോധിച്ച് നോക്കണ്ടോ? നമ്മൾ അറിയില്ല. ഈ 12 നമ്മള് ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നിൽ നിന്ന ആളാണ് നമ്മുടെ മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവായിരുന്നു. അദ്ദേഹം കത്തിയോ അമ്പയോ നടപ്പായോ കുട്ടിയോ കൊണ്ട് സമരം ചെയ്തതല്ല. നമ്മുടെ രാജ്യത്തിന് നേടിക്കൊടുത്ത സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം ജനകീയനായി സമരം ചെയ്യുകയായിരുന്നു. ഇനിയാണ് ജനകീയനായി സമരം ചെയ്തത്. അദ്ദേഹം ഒരു മനുഷ്യന് രക്തം ചിന്തുവാൻ പാടില്ല എന്നൊരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് അദ്ദേഹം സമരം ചെയ്തത്. അദ്ദേഹത്തെ ആ ഒറ്റ കാരണം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ തോക്ക് കൊണ്ടുവരുമ്പോൾ തോക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ജീവൻ ഒഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൽ. അതാണ് കോടാനുകോടി ആളുകൾ ജീവൻ. സ്വാതന്ത്ര്യദിന സന്ദേശത്തിനിടയിൽ കുട്ടികളോട് കുശലം ചോദിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത വാർഡ് മെമ്പർ ശരി ഉത്തരം നൽകിയ കുട്ടികൾക്ക് സമ്മാനവും വാഗ്ദാനം ചെയ്താണ് മടങ്ങിയത്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് എ വിജയ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ഗീത ആന്റണി, അധ്യാപകർ, അനധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സ്കൂളിൽ നടന്ന ദിനാഘോഷ പരിപാടികൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.